ബ്രോ ഒരു ക്രിഞ്ച് ജോക്ക് അടിക്കാം. ക്രിഞ്ച് ജോക്കൊന്നും എന്നെ കൊണ്ട് പറ്റുന്നതാണല്ലോ. ട്രൈ ചെയ്തോ. സത്യസത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ക്രിഞ്ച് ജോക്കൊന്നും പറയാനൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഒരു കഥ പറയാം, അതായിരിക്കും നല്ലത്. ഇതെന്റെ ഡ്രോയിങ് ബുക്കാണ്. ഇതിൽ കുറച്ച് പടങ്ങൾ വരച്ചു വെച്ചു. ഇതൊക്കെ ഓരോ പടങ്ങളാണ്. ഇതിനൊരു സ്റ്റോറി ഉണ്ട്. ഏകദേശം ഒരു 8 കൊല്ലം നമ്മൾ പുറകോട്ട് സഞ്ചരിക്കണം. ആ ഒരു സമയത്ത് എനിക്ക് ഈ ഡ്രോയിങ് വരയ്ക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ എന്റെ ക്ലാസ്സിലേക്ക് പഠിക്കുന്ന എല്ലാവരും നല്ല കിടിലായിട്ട് പണം വരയ്ക്കും. അപ്പൊ അതേ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിവിടെ പണം വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കും. വരച്ച് വരുമ്പോൾ ഒന്നും റെഡി ആവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊള്ളൂലാത്ത ഒരു വൃത്തിയില്ലാത്ത പണം ഏതാണ്ട് ഇതേപോലെ അല്ലേ, അങ്ങനെയൊക്കെ ആയിപ്പോ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് പടം വരയ്ക്കണം. അങ്ങനെ നമ്പറൊക്കെ തപ്പി വന്നപ്പം എന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ടീച്ചർ ഉണ്ടെന്ന് ഞാൻ അങ്ങനെ തിരക്കി വന്നപ്പോൾ ഒരു ഞായറാഴ്ച ആയപ്പോൾ ഞാൻ വിളിച്ചു ടീച്ചറിനെ. അപ്പൊ ടീച്ചർ ഒരു ടെക്സ്റ്റൈൽസ് നിൽക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടുന്ന് നേരെ ബസ് കയറി. ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിലുള്ള ടെക്സ്റ്റൈൽസിലാണ്. അപ്പൊ അവിടെ പോകണം. അവിടെ പോയി കണ്ട് സംസാരിച്ചിട്ട് ഏതാണ് ദിവസം അന്ന് വരാൻ എന്റെ അടുത്ത് പറയാനായിട്ട് പറഞ്ഞു. ഫോണിൽ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് കയറി ടീച്ചറിന്റെ അടുത്തോട്ട് പോയി. ടീച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ സ്റ്റുഡൻസ് ആയിട്ട് വെച്ചിട്ടുള്ളൂ. ഞാൻ വിളിക്കുന്ന ഒരു ടൈമിൽ ഏകദേശം ഒരു 5 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. അതായത് സെലക്ടഡ് ആയിട്ടുള്ളവരെ മാത്രമേ ടീച്ചർ എടുക്കുള്ളൂ. അങ്ങനെ അത് പോട്ടെ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ബസ് കയറി നേരെ ടീച്ചറിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ലുലു മാളിന്റെ ഒക്കെ ഏറ്റവും അടുത്താണ് ഈ ടെക്സ്റ്റൈൽസ്. അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ ലുലു മാൾ ബസ് കയറി അവിടെ പോയി അങ്ങനെ ഇറങ്ങി ഏകദേശം ഒരു 2 മണി സമയം. എനിക്കാണെങ്കിൽ വിശപ്പ്. ഞാൻ എന്തിരി തൊട്ടടുത്തുള്ള കടയിൽ കയറി. ആകെ എന്റെ 210 രൂപ ഉണ്ടായിരുന്നു. അന്ന് 110 എന്തോണ് ബിരിയാണി കേട്ടാ. 110 രൂപയ്ക്ക് ഞാൻ ബിരിയാണിയും കഴിച്ച് നേരെ ഇറങ്ങി. ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ അതിന്റെ തൊട്ട് അപ്പുറത്തുള്ള ടെക്സ്റ്റൈൽസിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ ചെന്ന് ടീച്ചറിനെ കണ്ട്. നേരെ ചെന്നപ്പോൾ ടീച്ചറിനെ കണ്ട്. ഒരു കണ്ണാടിയൊക്കെ വെച്ച് സാരിയൊക്കെ കൊടുത്ത് കണ്ടാലേ നമുക്ക് പേടിയാവും. ഒരു കലിപ്പ് ലുക്കിലാണ് അവിടെ നിന്ന്. ഒരു വലിയൊരു പൊട്ടൊക്കെ ഇട്ട് അങ്ങനെ കലിപ്പ് ലുക്ക്. എനിക്ക് തോന്നി ടീച്ചറെ എങ്ങനെ പോയി സംസാരിക്കും. ആദ്യം ചെയ്ത് സംസാരിക്കാൻ ഒരു ചെറിയൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ചെന്ന് സംസാരിക്കാനും ഒരു ബുദ്ധിമുട്ട്. എന്നെ ഒന്ന് നോക്കിയില്ലേ. പെട്ടെന്നൊരു മനോധൈര്യമൊക്കെ എനിക്ക് വന്ന് അവിടെ വെച്ച് തന്നെ എന്തായാലും ഇനി പടം വരച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ധൈര്യം എനിക്ക് വന്നു. നേരെ ടീച്ചറിന്റെ അടുത്തോട്ട് നടന്നു പോയി. ടീച്ചറിന്റെ അടുത്ത് നടന്നു പോയിട്ട് ഞാൻ വരച്ച പടം ഇവിടെ ഈ ഒരു പടമാണ് ഞാൻ ഇതേപോലത്തെ ഒരു പടമാണ് ഞാൻ വരച്ചു വെച്ചിരുന്നത്. ഈ ഒരു പടം ഞാൻ ടീച്ചറിന്റെ കൊണ്ടുവന്നു. അവരാ ടെക്സ്റ്റൈൽസ് വെച്ചിട്ട് എന്റെ ബുക്ക് ഇതാ ഇങ്ങനെ എടുത്തിട്ട് വലിച്ചൊരു എറിഞ്ഞിട്ട് എന്റെ കൂടെ ഒരു സംഭവം പറഞ്ഞതേ വല്ലാത്തൊരു അവസ്ഥയായി പോയി. അന്നത്തോടെ ഞാൻ പിന്നെ ആരടുത്തും പഠിക്കാൻ പോയിട്ടില്ല. ടീച്ചറിന്റെ കൂടെ പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? ആ ടെക്സ്റ്റൈൽസിന്റെ പേരും ടീച്ചർ എന്റെ കൂടെ പറഞ്ഞ ഉത്തരവ് ഒന്നായിരുന്നു. ഇനിയെങ്കിലും മനസ്സിലായി. സ്വയംവര ടെക്സ്റ്റൈൽസ് എന്നായിരുന്നു ആ കടയുടെ പേര്. ഇനി ഞാൻ അധികം നേരം ഇവിടെ ഇരിക്കുന്ന ഡേഞ്ചർ.